ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951 മുതൽ 56 വരെ അല്ലേ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കണക്ഷൻസും കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ടും കാണുക, മനസ്സിലാക്കുക. ഓക്കെ, പഞ്ചവത്സര പദ്ധതിയിൽ സ്ഥിരം ചോദ്യമാണ്, എന്തായാലും ഉണ്ടാവും. 10th ലെവൽ ആണെങ്കിലും +2 ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും ക്വസ്റ്റ്യൻ ഷുവർ ആണ്. കൃത്യമായി മനസ്സിലാക്കി പോവുക കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം 1951 മുതൽ 56 വരെ. ആ കാലഘട്ടം കൃത്യമായിട്ട് മനസ്സിലാക്കണം. 51 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ. അല്ലെ, നമ്മൾ ഒന്നായിട്ട് തന്നെ എടുക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്, ഒന്നായിട്ട് തന്നെ എടുക്കാം. ഇപ്പം വർഷത്തിലും ഒന്ന് തന്നെയാണ് വരുന്നത്. 1951 മുതൽ 56 വരെ 5 വർഷമാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സമയത്ത്. 5 വർഷമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. 5 വർഷക്കാലാണ് അതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ആവുമ്പോൾ 1951 മുതൽ 56 വരെയാണ് വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഭാഗം വരുന്നതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1951 ഏപ്രിൽ 1-നാണ് ആരംഭിച്ചത്. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഏപ്രിൽ 1-ന്. ഓക്കെ, പ്രഥമ പരിഗണന കൃഷിക്കായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പൊ അതിന് മുന്നേ ഉണ്ടായ കുറച്ചൊരു ഇതെന്ന് പറഞ്ഞാൽ കൃഷിയൊക്കെ ഭയങ്കര ഡള്ളായിട്ടുള്ള സമയമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് പഞ്ചവത്സര പദ്ധതി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഷ്യയിൽ നിന്ന് USSR എന്നാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി തന്നെ എന്താണ് പരിഗണിച്ചത്? പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കൃഷിക്കായിരുന്നു. കൃഷി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കാർഷിക പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. കാർഷിക പദ്ധതി. ഓക്കെ, നെക്സ്റ്റ്, ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയിട്ടുള്ളത് കൃഷിക്കും അതുപോലെ ജലസേചനത്തിനുമാണ്. ഊന്നൽ നൽകിയത് ഇതിലൊക്കെയാണ്? കൃഷി, ജലസേചനം. ഓക്കെ, മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരോൾഡ് ഡോമർ മാതൃക. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, എന്താണ്? ഹരോൾഡ് ഡോമർ മാതൃക. അപ്പൊ ഹരോൾഡ് ഡോമർ മാതൃക എന്ന് ആലോചിക്കണമെങ്കിൽ ഇപ്പം ഒരുപാട് നമ്മളിപ്പോ ഒരു 12 പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാനുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഓരോന്നിനും ഓരോരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ പറയാം. ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് അല്ലെ, ഡോമർ. ഓക്കെ, അപ്പൊ ഹരോൾഡ് എന്നുള്ളത് ഞാൻ ഹീറോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഓർത്ത് വയ്ക്കുന്നത്. ഹീറോ. അപ്പൊ ഹീറോ ഒട്ടൊരു ഹീറോ ഉണ്ടാവും. ഒരു സിനിമയിൽ ഒരു ഹീറോ എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കുക. അല്ല, അങ്ങനെയാണോ കോമൺ ആയിട്ട് ഉണ്ടാവുന്നത്? അല്ലെ, ഒരു ഹീറോ, ഒരു സിനിമയിൽ ഒരു ഹീറോ. അപ്പൊ ഹീറോ, ഹരോ, അപ്പൊ ഒരു ഹീറോ ആണ് എന്നുള്ള രീതിയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെയാണ് ഹരോൾഡ് അല്ലെ, ഹരോൾഡ് മാതൃക എന്ന് പറയുന്നത്. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ്, ആമുഖം തയ്യാറാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ KN രാജ്. ആണ് KN രാജ്. ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ KN രാജ്. ഓക്കെ, അപ്പൊ എന്താണ്? ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ KN രാജാണ്. ഓക്കെ, അപ്പൊ ഈ നമ്മളിപ്പോ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെ ഓരോരോ പോയിന്റുകളും എല്ലാം നിങ്ങൾ ഒന്നായിട്ട് കണക്ട് ചെയ്താൽ മതി. ഒന്നുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ജവഹർലാൽ നെഹ്റു ആണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ജവഹർലാൽ നെഹ്റു എന്നുള്ളത് ഞാൻ ലാലായിട്ടാണ് എടുത്തത്. അപ്പൊ ലാല് സിനിമയിലെ മോഹൻലാലുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. ഒന്നാമത്തെ ആളാണോ എന്നുള്ള രീതിയിൽ, നമ്പർ 1 ആണോ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ലാല് നമ്പർ 1 ആണ്. 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും.
ഒന്ന് തന്നെയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വർഷവും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. 1951 ഏപ്രിൽ 1 ആരംഭിച്ചത്. പിന്നെ നമ്മൾ പ്രഥമ പരിഗണന നൽകുന്നത് എന്താണ്? ഒന്നാമത്തത് കൃഷി തന്നെയാണ്. നമുക്ക് ഫുഡ് വേണ്ട, അപ്പൊ കൃഷി ഒന്നാമതാണെന്നും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. കൃഷിയും ജലസേചനവും ഓർത്തു വയ്ക്കുക. അതുപോലെ ഹീറോ അല്ലെ, ഒരു സിനിമയിൽ ഒരു ഹീറോ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള രീതിയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഒന്നുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ KN രാജ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ രാജു എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തത് രാജാവാണ്. അപ്പൊ ഒരു രാജാവാണെന്നില്ല, ഒരു രാജാവ് ഉണ്ട് എന്നുള്ള രീതിയിൽ ആ രാജാവിന്റെ മുഖം എന്നൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. രാജാവിന്റെ മുഖം, ഒരു രാജാവാണുള്ളത്. അപ്പം ആ KN രാജു എന്നുള്ളത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ ഒരു സമയത്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും കുടുംബാസൂത്രണവും ഒക്കെ വന്നത് ഈ ഒരു സമയത്താണ്. ഓക്കെ, ഇതിൽ ഞാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എല്ലാം കൂടി ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ, എല്ലാവരും ഒന്ന് എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആ സമയത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആ സമയത്തായിരുന്നു നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി, അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് കുടുംബാസൂത്രണം അല്ലെ. കുടുംബാസൂത്രണം, കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഒരു കുടുംബം എന്നുള്ള രീതിയിൽ കുടുംബാസൂത്രണം റിലേറ്റ് ചെയ്യുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് 1955 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. അപ്പൊ ഒരു തോട്ടം ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. ഒരു തോട്ടമുണ്ട്, ആ തോട്ടത്തിന്റെ നടുക്കൊരു പള്ളി ഉണ്ട് എന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. ഒന്നുമായിട്ട് കണക്ട് ചെയ്യുക. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് 1955 ഓർത്ത് വയ്ക്കുക കേട്ടോ. ഈ തോട്ടമൊക്കെ കാണാൻ ഒരുപോലെയാണല്ലോ, എല്ലാ തോട്ടവും ഒരുപോലെയാണെന്നുള്ള രീതിയിൽ 5 സെയിം ആണ്, 5 ഒരേ സംഖ്യയാണ് വരുന്നത്. ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വർഷവും കിട്ടും. 1955. ഓക്കെ, അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സര കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു തോട്ടം എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? UGC നിലവിൽ വന്ന സമയം എപ്പോഴാണ്? 1953 ഡിസംബർ 28. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്, ആ കാലഘട്ടത്തിലാണ് വന്നത് UGCന്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ഷോർട്ട് ഫോം ആണ് UGC. അത് എപ്പോഴാണ്? 1953 ഡിസംബർ 28 നിലവിൽ വന്നത്. അപ്പോൾ ആ വർഷം ഒന്ന് ഓർത്ത് വയ്ക്കുക. 53 അല്ലെ, 3 ആയിട്ട് കണക്ട് ചെയ്യാൻ എന്താണ് UGC എന്നൊക്കെ പറയുമ്പോൾ UGC 3 അക്ഷരേ ഉള്ളൂ ഒന്നാമത്, ആ രീതിയിൽ എടുക്കാം നമുക്ക് അല്ലെ. 1953 ഡിസംബർ 28 നിലവിൽ വന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ, അതുപോലെ യൂണിവേഴ്സിറ്റി എന്താണ് പറഞ്ഞത്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് പറഞ്ഞത് അല്ലേ. അപ്പൊ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിസംബർ വരെ ക്ലാസ് ഉണ്ട് അല്ലെ, ഒരു വർഷം മൊത്തം ക്ലാസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഡിസംബറുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. 1953 ഡിസംബർ 28 UGC നിലവിൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് 5 IIT-കൾ നിലവിൽ വന്ന സമയത്ത് ഏതായിരുന്നു? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആ കാലഘട്ടത്തായിരുന്നു നിലവിൽ വന്നത്. അപ്പൊ നമുക്കുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 5 IIT എന്നുള്ളത് നിങ്ങൾ ആ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 5 IIT നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ്, ബക്രാനങ്കൽ അതുപോലെ ഹിരാക്കുഡ് അണക്കെട്ടുകൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. നമ്മൾ പറഞ്ഞല്ലേ, കൃഷിയും ജലസേചനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ബക്രാനങ്കലും ഹിരാക്കുഡ് അണക്കെട്ടുകൾ നിലവിൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1%. അതായത് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി അവരെ പദ്ധതി ചെയ്യുന്ന സമയത്ത് ഒരു ഇത്ര നേടണമെന്ന് ലക്ഷ്യമിട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കാണ് 2.1%. അത് കൈവരിച്ചത് 3.6%. അല്ലെ, അവർ എക്സ്പെക്ട് ചെയ്തതിനെക്കാളും കൂടുതൽ അവർ കൈവരിക്കാൻ പറ്റി. 3.6% അവർ നേടിയെടുത്തത്, കൈവരിച്ചത്. അപ്പൊ ഈ ഒരു സംഖ്യ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. എന്താ വളർച്ചാ നിരക്ക്, അതുപോലെ കൈവരിച്ചതാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം. 2.1 അതുപോലെ 3.6. 2.1% വളർച്ചാ നിരക്ക്. എന്താണ് അതിനുശേഷം എന്താണ് പറഞ്ഞത്? കൈവരിച്ചത് 3.6. അപ്പൊ ഇത് പഠിക്കാൻ ഞാനൊരു ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1 അല്ലേ. അപ്പൊ ആ 1
എടുത്ത് നമ്മളിപ്പോൾ നേരെ വായിക്കുന്നതിന് പകരം ഒന്ന് ഉൾട്ടയായിട്ട് വായിച്ചു നോക്കിയേ. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1% എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതിന് പകരം ആ 2.1 തിരിച്ചിട്ടാൽ 1, 2 എന്നുള്ള രീതിയിൽ വരും അല്ലേ. 1, 2 പിന്നെ നെക്സ്റ്റ് എന്താണ് താഴെ കൈവരിച്ചത് 3, 3.6. അപ്പം 1, 2, 3, 3 ഇരട്ടി 6 ഇതിൽ ആ രീതിയിലൊന്ന് ഓർത്ത് വെക്കാം. 1, 2, 3, 6. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. അതുപോലെ കൈവരിച്ചത് 3.6% കൂടിയാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വായിക്കാം. ഇന്ന് പറഞ്ഞത് എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് 1951 മുതൽ 56 വരെയാണ് ആരംഭിച്ചത്. എപ്പോഴാണ്? 1951 ഏപ്രിൽ 1-നാണ് ആരംഭിച്ചത്. പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ പ്രഥമ പരിഗണന കൃഷിക്കായിരുന്നു. കാർഷിക പദ്ധതി എന്നറിയപ്പെട്ടിരുന്നു. ഊന്നൽ നൽകിയത് കൃഷിക്കും ജലസേചനത്തിനുമാണ്. ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ KN രാജ് അല്ലെ. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്താണ് കണക്ട് ചെയ്തത്? മോഹൻലാൽ പറഞ്ഞല്ലേ, ജവഹർലാൽ നെഹ്റു, ലാല്, ഒറ്റൊരു ലാലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ എന്താണ് പറഞ്ഞത്? കൃഷിക്കാണ് പരിഗണന അല്ലെ. ഫസ്റ്റ് കൃഷിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കൃഷിയും ജലസേചനവും. അതുപോലെ ഹരോൾഡ് ഡോമർ മാതൃക, ഹരോ ഹീറോ അല്ലെ. ഹീറോ, ഒറ്റൊരു ഹീറോ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ KN രാജ് ആണ് അല്ലെ. രാജാവ്, ഒറ്റൊരു രാജാവേ ഉള്ളൂ. ആ രാജാവിന്റെ മുഖം അല്ലെ, ആമുഖം തയ്യാറാക്കിയത് KN രാജ്, ഡോക്ടർ KN രാജ്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പറഞ്ഞല്ലേ. കമ്മ്യൂണിറ്റി ഒറ്റ കമ്മ്യൂണിറ്റിയാണ് പറഞ്ഞു. കുടുംബം ഒറ്റൊരു കുടുംബമാണെന്ന് പറഞ്ഞല്ലേ. കുടുംബാസൂത്രണം ഈ ഒരു സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് 1955 പറഞ്ഞല്ലേ. ഒറ്റൊരു തോട്ടമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ UGC യൂണിവേഴ്സൽ ഗ്രാന്റ് കമ്മീഷൻ 1953 ഡിസംബർ 28. 5 IIT വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ബക്രാനങ്കൽ, ഹിരാക്കുണ്ട് അണക്കെട്ടുകൾ വന്ന സമയമായിരുന്നു. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, കൈവരിച്ചത് 3.6%. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, കണക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് പറയാം. നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.